ഗുരുഭ്യോ നമഃ. വിഘ്നേശ്വരായ നമഃ. ജയ് ശ്രീ രാധേ 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 ശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഗർഗസംഹിതയിലെ ഗോലോകഖണ്ഡത്തിലെ അധ്യായം 14 ഉൽക്കജൻ, അതായത് ശകടാസുരൻ്റെയും തൃണാവർത്തൻ്റെയും മോക്ഷപ്രാപ്തിയാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പുതനാമോക്ഷം വരെയാണ് പറഞ്ഞു നിർത്തിയത്. കഥ കേട്ടുകൊണ്ടിരുന്ന ആ ബഹുലാശ മഹാരാജാവ് സന്തോഷം കൊണ്ട് പുളകിതഗാത്രനായി തീരുകയും പ്രേമം കൊണ്ട് വിഹുലനമായി തീരുകയുമാണ് ഉണ്ടായത്. ആ ധർമാത്മാവായ നരേശൻ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നാരദമുനിയോട് വീണ്ടും ചോദിക്കുകയാണ്, ഭഗവാന്റെ ബാലലീലകളൊക്കെ പറഞ്ഞു തരുമോ? എനിക്ക് എത്ര കേട്ടിട്ടും ആ ഉത്തമോത്തമനായ ഭഗവാന്റെ കഥകൾ മതിയാകുന്നില്ല, അത് കേട്ടുകൊണ്ടേയിരിക്കാൻ തോന്നണു എന്ന് പറയുകയാണ്. ഇവിടെ ഗർഗ മഹർഷി ശൗനകന് പണ്ട് നാരദ മഹർഷി ബഹുലാശി മഹാരാജാവിന് പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ആ ഗർഗഭാഗവതം നമുക്കായിട്ട് വിവരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ബഹുലാശി മഹാരാജാവിൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ നാരദ മഹർഷി പറയാണ്, ഭഗവാന്റെ ഭക്തന്മാരുടെ സംഗമം ദുർലഭമാണ്, ദുസ്സാധ്യവുമാണ്. അത്ഭുത കർമ്മങ്ങൾ ചെയ്യുന്നവനും ഭക്തവത്സലമായ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭഗവാൻ ബാലകനായിട്ട് ചെയ്ത ലീലകളൊക്കെ കേൾക്കണം എന്ന് പറയുന്നത് തന്നെ ശ്രീകൃഷ്ണധർമ്മം പാലിക്കുന്ന ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഉത്തമനായ ഒരാൾക്ക് മാത്രം ഇങ്ങനെ ഭഗവാനെ പറ്റി അറിയണമെന്നുള്ള ചോദ്യം ചോദിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഭക്തന്മാരുടെ സമ്പർക്കം എല്ലാവർക്കും എപ്പോഴും മംഗളം പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ടുകൂടി കഥ വീണ്ടും പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കഥ വീണ്ടും തുടങ്ങുന്നത്. ഒരു ദിവസം ശ്രീകൃഷ്ണാവതാര നക്ഷത്രമായ രോഹിണി നാളിൽ നന്ദറാണി യശോദ ഗോപന്മാരെയും ഗോപികമാരെയും വീട്ടിൽ വിളിച്ചു വരുത്തി. ബ്രാഹ്മണർ പറഞ്ഞതുപോലെ മംഗളകാര്യങ്ങൾ ചെയ്യാൻ ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തു. ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു ചുവന്ന ഉടുപ്പാണ് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവയവങ്ങളിലൊക്കെ സ്വർണ്ണമയമായ ആഭരണങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാനെ മടിയിലെടുത്തുകൊണ്ട് യശോദ ഭഗവാന്റെ ആ മനോഹരമായ കമല നയനങ്ങളിൽ കൺമഷി എഴുതി കൊടുത്തു. എന്നിട്ട് കഴുത്തിൽ പുലിനഖത്തോടു കൂടിയ ചന്ദ്രഹാരം ധരിപ്പിച്ച് ബ്രാഹ്മണർക്ക് ധാരാളം ധനം നൽകി. അതിനുശേഷം യശോദ വേഗം തൻ്റെ ഓമനക്കുട്ടനെ തൊട്ടിലിൽ കിടത്തിയ ശേഷം മംഗള ദിവസമായ അന്ന് ഗോപികമാരെ വെവ്വേറെ സ്വാഗതം ചെയ്തു. ആ ദിവസം ധാരാളം ഗോപികമാർ അവിടെ വരികയും പോവുകയും ചെയ്യുന്നതിനാൽ യശോദ അവരെ സൽക്കരിക്കുന്നതിൽ മുഴുകുകയും കണ്ണൻ മുലപ്പാലിന് വേണ്ടി കരഞ്ഞിരുന്ന ആ കരച്ചിൽ കേൾക്കാതിരിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് പാപാത്മാവായ കംസനാൽ അയക്കപ്പെട്ട ഒരു രാക്ഷസൻ കൃഷ്ണൻ്റെ അടുത്ത് വന്നു. ആ രാക്ഷസൻ്റെ പേര് ഉൽക്കജൻ എന്നായിരുന്നു. ഉൽക്കജന് വായുമയമായ ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ആർക്കും കാണാൻ പറ്റില്ല. അവിടെ അടുത്തു തന്നെ ധാരാളം കുടങ്ങളിലായി പാലും വെണ്ണയും തൈരും ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന വളരെ വലിയ ഒരു ശകടം സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു. ഉൽക്കജൻ ആ ശകടത്തിന് മുകളിൽ സ്ഥിതി ചെയ്ത് അത് കൃഷ്ണൻ്റെ മസ്തകത്തിൽ തള്ളിയിടാൻ ശ്രമം ആരംഭിച്ചു. അപ്പോൾ കൃഷ്ണൻ കുട്ടിയുടെ രൂപത്തിൽ കരഞ്ഞുകൊണ്ട് കാൽ കൊണ്ട് ശകടത്തിൽ ചവിട്ടി. അതോടെ ആ ശകടം തകർന്ന് തരിപ്പണമാവുകയും അസുരൻ നിലത്ത് വീണ് മരിക്കുകയാണ് ഉണ്ടായത്. അതോടെ ആ അസുരൻ്റെ വായുമയമായ ശരീരം ഇല്ലാതാവുകയും ദിവ്യമായ അനശ്വര ശരീരം അവന് സിദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ 7 കുതിരകളാൽ ബന്ധിതമായ വിമാനം അവിടെ വരികയും ഉൽക്കജൻ ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിച്ച ശേഷം ആ വിമാനത്തിൽ കയറി വൈകുണ്ഠത്തിലെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് നന്ദൻ മുതലായ ഗോപന്മാരും യശോദ മുതലായ ഗോപികമാരും അവിടെ വരികയും ശകടം തകർന്നു പോകാനുള്ള കാരണം ബാലകന്മാരോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടികൾ പറയുകയാണ്,
എങ്ങനെയാ ആണ് കുട്ടികൾ പറയണത്? തൊട്ടിൽ കിടന്നിരുന്ന ഈ ബാലൻ പാല് കുടിക്കാൻ വേണ്ടി കാലിട്ടടിച്ചിരുന്നു. ആ കാല് ശകടത്തിൽ മുട്ടുകയും ശകടം മറിയുകയും ചെയ്തു. കുട്ടികളുടെ ഈ വാക്കുകൾ വ്രജവാസികളിൽ വിശ്വാസം തോന്നിച്ചില്ല. അവർ ആശ്ചര്യത്തോടെ ചിന്തിച്ചു, 3 മാസം പ്രായമുള്ള ഈ കുട്ടി എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു ശകടം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നത്? കുട്ടിയെ ഏതെങ്കിലും തരത്തിലുള്ള ബാലഗ്രഹം ബാധിച്ചിട്ടുണ്ടായിരിക്കുമെന്നായിരുന്നു യശോദയുടെ സംശയം. അതിനാൽ യശോദ കൃഷ്ണനെ മടിയിലെടുത്തുകൊണ്ട് ബ്രാഹ്മണർക്ക് ധനാദികൾ വീണ്ടും ദാനം ചെയ്തു. അപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബഹുലാശ മഹാരാജാവിന് പിന്നെയും സംശയം തോന്നുകയാണ്. അപ്പോൾ നാരദ മഹർഷിയോട് ചോദിക്കുകയാണ്, ഈ ഉൽക്കജൻ എന്ന പേരുള്ള രാക്ഷസൻ പൂർവ്വജന്മത്തിലെ ഏത് പുണ്യകർമ്മം ചെയ്തത് കൊണ്ടാണ് ശ്രീകൃഷ്ണപാദ സ്പർശമേൽക്കുകയും ഉടനെ മോക്ഷം സിദ്ധിക്കുകയും ചെയ്തത് എന്ന്? രാജാവിൻ്റെ ആ ചോദ്യത്തിന് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കണു ആ കഥ. ഈ ഉൽക്കജൻ പൂർവ്വജന്മത്തിലെ ഹിരണ്യാക്ഷൻ്റെ പുത്രനായിരുന്നു. ഒരു ദിവസം അവൻ ലോമശമുനിയുടെ ആശ്രമത്തിൽ പോവുകയും അവിടുത്തെ മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. സ്ഥൂല ശരീരനായ മഹാബലവാൻ ഉൽക്കജൻ നിൽക്കുന്നത് കണ്ടിട്ട് ബ്രാഹ്മണ ഋഷി രോഷാകുലനായി. ഉൽക്കജനെ ശപിച്ചുകൊണ്ട് പറഞ്ഞു, നീ ദേഹമില്ലാത്തവനായി തീരട്ടെ. അതോടെ അവൻ്റെ ശരീരഭാഗങ്ങൾ പാമ്പിൻ്റെ പടം പൊഴിഞ്ഞു പോകുന്നത് പോലെ ഒന്നൊന്നായിട്ട് അടർന്നു വീണു. അത് കണ്ടപ്പോൾ ആ മഹാദാനവൻ മുനിയുടെ ചരണങ്ങളിൽ വീണുകൊണ്ട് പറഞ്ഞു, മുനെ, അവിടുന്ന് കൃപാസാഗരമാണ്, തന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. തനിക്ക് അങ്ങയുടെ പ്രഭാവം അറിയാത്തത് കൊണ്ടാണ് തെറ്റുപറ്റിയത് എന്നും ദേഹം തിരിച്ചു തരണമെന്നും അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ ലോമശമുനി പ്രസന്നനായി. വിധാതാവിൻ്റെ 10 ജന്മങ്ങൾ ദർശിച്ച, അതായത് 10 ബ്രഹ്മായുസ് കണ്ടിട്ടുള്ള അത്തരം സത്പുരുഷന്മാരുടെ രോഷം പോലും വരദായകമായി തീരണു എന്നാണ് പറയണത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വരദാനം മോക്ഷപ്രദമായതിൽ എന്താണ് ആശ്ചര്യപ്പെടാനുള്ളത് എന്നിവിടെ പറയുകയാണ് നാരദ മഹർഷി. ലോമശമുനി ഇങ്ങനെയാണ് പറഞ്ഞത്, ചാക്ഷുഷമന്വന്തരം വരെ നിൻ്റെ ശരീരം വായുമയമായി തന്നെ ഇരിക്കും. അതിനുശേഷം വൈവസ്വതമന്വന്തരം വരും. ആ സമയത്ത് 28ാം ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരണസ്പർശത്താൽ നിനക്ക് മുക്തി ലഭിക്കും എന്നാണ് വരം കൊടുത്തത്. ഈ പറഞ്ഞ ശ്രേഷ്ഠ ശാപം കാരണം ലോമശമുനിയുടെ പ്രതാപത്താൽ ഉൽക്കജൻ എന്ന രാക്ഷസൻ പോലും ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമധാമത്തിന് അധികാരിയായിട്ട് മാറി. ശാപവും വരവും നൽകാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള അത്തരം സത്പുരുഷന്മാരെ നമസ്കരിക്കണു എന്ന് ഇവിടെ പറയുകയാണ്. ഒരു ദിവസം നന്ദറാണിയായ യശോദയുടെ മടിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നന്ദറാണി കൃഷ്ണനെ താലോലിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ കൃഷ്ണൻ പർവ്വതത്തെ പോലെ ഭാരമുള്ളവനായി തീർന്നു. യശോദയ്ക്ക് കൃഷ്ണനെ മടിയിലിരുത്താൻ പറ്റാതെ വന്നു. അപ്പോൾ യശോദ ഇങ്ങനെ ചിന്തിച്ചു, അഹോ, ഈ ബാലന് എന്താണ് ഇത്രയും ഭാരം? യശോദ കൃഷ്ണനെ മെല്ലെ താഴെ ഇറക്കിയെങ്കിലും ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. ഉടനെ തന്നെ കംസനയച്ച ആ തൃണാവർത്തൻ എന്ന അസുരൻ ശ്രീകൃഷ്ണനെ ചുഴലിക്കാറ്റായി വന്ന് എടുത്തുകൊണ്ടുപോയി. അപ്പോൾ വ്രജഭൂമി മുഴുവൻ പൊടി പടരുകയും ഇരുട്ട് വ്യാപിക്കുകയും ചെയ്തു. അതോടൊപ്പം ഭയങ്കരമായിട്ടുള്ള ശബ്ദവും കേട്ടു. 2 നാഴിക നേരം പൊടി കാരണം ആർക്കും ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ യശോദ സ്വന്തം കുട്ടിയെ കാണാൻ പറ്റാതെ അത്യധികം പരിഭ്രമിച്ച് കരഞ്ഞുകൊണ്ട് മാളികകളുടെ മുകളിലേക്ക് നോക്കി. ഒരിടത്തും തൻ്റെ ഓമനക്കുട്ടനെ കാണാൻ കഴിയാതെ പോയപ്പോൾ യശോദ ബോധരഹിതയായിട്ട് നിലത്ത് വീണു. പിന്നീട് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ കുട്ടിയെ നഷ്ടപ്പെട്ട പശുവിനെ പോലെ യശോദ അതിദീനമായിട്ട് കരയാൻ തുടങ്ങി. പ്രേമത്താലും സ്നേഹത്താലും വ്യാകുലരായ ഗോപീജനങ്ങളും കരയാൻ തുടങ്ങി. അവരുടെ മുഖത്ത് അശ്രുധാര ഒഴുകാൻ തുടങ്ങി. അവർ എല്ലായിടത്തും നന്ദനന്ദനെ അന്വേഷിച്ചു. അതിനിടയിൽ തൃണാവർത്തൻ 10 യോജന, അതായത് 80 മൈൽ ഉയരത്തിൽ കൃഷ്ണനെയും കൊണ്ട് പോയി. ശ്രീകൃഷ്ണ ഭഗവാൻ ആ അസുരൻ്റെ ചുമലിലായിരുന്നു. ഭഗവാന്റെ ശരീരത്തിന് സുമേരു പർവ്വതത്തിൻ്റെ അത്രയും ഭാരമുള്ളതുപോലെ തോന്നി അസുരന്. അത്യധികം വേദന തോന്നുകയും ചെയ്തു. തുടർന്ന് കൃഷ്ണനെ താഴെ തട്ടിയിടാൻ ആ അസുരൻ കുറേ ശ്രമിച്ചു. അത് കണ്ടിട്ട് ഭഗവാൻ അവൻ്റെ കഴുത്ത് പിടിച്ചു.
തന്നെ വിടൂ വിടൂ എന്ന് ആ അസുരൻ നിലവിളിക്കുന്നതിനിടയിൽ ബാലരൂപിയായ സർവേശ്വരൻ ആ അസുരൻ്റെ കഴുത്ത് പിടിച്ചമർത്തുകയും അവൻ്റെ മരണം സംഭവിക്കുകയും ചെയ്തു. തൃണാവർത്തൻ്റെ ശരീരത്തിൽ നിന്ന് ഉദ്ഭവിച്ച ജ്യോതിസ് ശ്രീകൃഷ്ണ ഭഗവാനിൽ തന്നെ അലിഞ്ഞു ചേർന്നു. മിന്നൽ പിണരുകൾ മേഘത്തിൽ ലയിച്ചു ചേരുന്നത് പോലെയായിരുന്നു അത്. തൃണാവർത്തൻ്റെ ശരീരം ഭഗവാനോടൊപ്പം ഒരു പാറപ്പുറത്ത് വന്ന് വീണ് തകർന്നു. അപ്പോൾ ദിശകളെല്ലാം പ്രതിധ്വനിക്കുകയും ഭൂമണ്ഡലം വിറയ്ക്കുകയും ചെയ്തു. പിന്നീട് ഇത് കണ്ട ഗോപികമാർ കൃഷ്ണനെ യശോദയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുട്ടിയെ ഓമനിച്ച് വളർത്താനുള്ള യാതൊരു യോഗ്യതയും നിനക്കില്ല. യശോദയോട് പറയുകയാണ് ഗോപികമാർ. പറയുമ്പോൾ വിഷമൊന്നും തോന്നണ്ട, കാരണം നിന്നിൽ ഒരിക്കലും ദയ പ്രകടമായി കാണാറില്ല. വാസ്തവത്തിൽ ഇപ്രകാരം കൂരിട്ട് വരുമ്പോൾ ആരെങ്കിലും സ്വന്തം കുഞ്ഞിനെ മടിയിൽ നിന്ന് താഴെ ഇറക്കി വെക്കുമോ? ഭയാനകമായ അത്തരം അവസരത്തിലും സ്വന്തം കുഞ്ഞിനെ നിലത്ത് കിടത്തിയ നിർദ്ദയല്ലേ നീ എന്നൊക്കെയാണ് ഗോപികമാർ യശോദാമ്മോട് ചോദിക്കുന്നത്. അപ്പോൾ യശോദാമ്മ പറയാണ്, ആ സമയത്ത് എൻ്റെ ഓമന ബാലകന് എങ്ങനെയാണ് ഗിരിരാജൻ്റെ അത്രയും ഭാരം വന്നത് എന്ന് തനിക്കറിയില്ല. അതിനാലാണ് കൊടുങ്കാറ്റുണ്ടായപ്പോൾ പോലും താൻ കുട്ടിയെ മടിയിൽ നിന്ന് നിലത്ത് ഇറക്കി വെച്ചത് എന്ന്. അപ്പോൾ ഗോപികമാർ പറഞ്ഞു, ഇരിക്കട്ടെ, കള്ളം പറയരുത് കല്യാണി, നിൻ്റെ മനസ്സിൽ അല്പം പോലും ദയയില്ല. ഈ പാല് കുടിക്കണ കുട്ടി പുഷ്പത്തെ പോലും തളിരിനെ പോലെയും പുഷ്പത്തിനെ പോലെയും തളിരിനെ പോലെയൊക്കെ വളരെ മൃദുലനാണ്. അവനെങ്ങനെയാണ് ഇത്ര ഭാരമുണ്ടാകുന്നത്? ശ്രീകൃഷ്ണ ഭഗവാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നന്ദഗോപരും ഗോപികമാരും വളരെ സന്തോഷിച്ചു. അവരെല്ലാം ഭഗവാന്റെ കുശലവാർത്ത പറയാൻ തുടങ്ങി. യശോദ കൃഷ്ണനെ എടുത്തുകൊണ്ട് പോയി വീണ്ടും വീണ്ടും മുലയൂട്ടി മൂർധാവിൽ ഉമ്മ വെച്ചു. മേലങ്കിയുടെ അറ്റത്തിൽ പൊതിഞ്ഞ് മാറോടണച്ച് മോഹാകുലയായി രോഹിണിയോട് ഇങ്ങനെ പറയുകയാണ് യശോദ, സഹോദരി, എനിക്ക് ഒരേ ഒരു പുത്രനെ മാത്രമേ ഈശ്വരൻ തന്നിട്ടുള്ളൂ. അനേകം പുത്രന്മാരില്ല തന്നെ. എന്നിട്ടും ഈ ഒരു പുത്രനു മേൽ അനേകം അത്യാഹിതങ്ങൾ വരുന്നു. ഇന്ന് ഇവൻ മൃത്യുവിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിനേക്കാൾ വലിയ അത്യാഹിതം ഇനി വേറെ എന്താണുള്ളത്? എവിടെയാണ് ഇനി നമ്മൾ താമസിക്കുക? എനിക്ക് ധനം, ശരീരം, വീട്, മാളികമുറി, വിവിധ തരം രത്നങ്ങൾ ഇവയേക്കാൾ പ്രധാനം എൻ്റെ മകൻ്റെ ജീവനാണ്. എൻ്റെ മകൻ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഞാൻ ഭഗവാൻ ശ്രീഹരിയെ പൂജിക്കും. ദാനങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തും. തടാകങ്ങളും കുളങ്ങളും നിർമ്മിക്കും. ധാരാളം മന്ദിരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പ്രിയ രോഹിണി, അന്ധന് വടി സഹായിയായിരിക്കുന്നത് പോലെ എൻ്റെ മുഴുവൻ സുഖത്തിനും ഈ ബാലകനാണ് ആധാരം. അതിനാൽ സഹോദരി, താൻ എൻ്റെ ഓമനയെ നിർഭയമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്ന് യശോദ പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് നന്ദമന്ദിരത്തിൽ അനേകം വിദ്വാൻമാരായ ബ്രാഹ്മണർ വന്ന് ഉത്തമമായ ഇരിപ്പിടത്തിലിരുന്നു. നന്ദനും യശോദയും അവരെ വിധിപ്രകാരം പൂജിക്കുകയും ചെയ്തു. ബ്രാഹ്മണർ പറഞ്ഞു, വ്രജപതി നന്ദ, വ്രജേശ്വരി യശോദ, നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. ഞങ്ങൾ ഈ ബാലകന് ദീർഘായുസ്സുണ്ടാവാൻ കവചം മുതലായവയെ കൊണ്ട് രക്ഷ ഉണ്ടാക്കി തരാമെന്ന്. ആ ശ്രേഷ്ഠ ബ്രാഹ്മണര് കുശാഗ്രം, പുതിയ തളിരില, പവിത്ര കലശം, ശുദ്ധജലം എന്നിവയും ഋക്ക്, യജുസ്, സാമം എന്നീ വേദമന്ത്രങ്ങൾ കൊണ്ടും ഉത്തമ സുസ്തിവചനങ്ങളെ കൊണ്ടും വിധിപ്രകാരം യജ്ഞം നടത്തി അഗ്നിയെ പൂജിച്ച് അവർ ബാലക ശ്രീകൃഷ്ണന് രക്ഷയുണ്ടാക്കി കൊടുത്തു. ഭഗവാൻ ദാമോദരൻ നിന്റെ ചരണങ്ങളെ രക്ഷിക്കട്ടെ. വിഷ്ടരശ്രവസ് നിന്റെ കാൽമുട്ടുകളെയും ശ്രീ വിഷ്ണു തുടയെയും പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ നിന്റെ നാഭിയെയും രക്ഷിക്കട്ടെ. രാധാവല്ലഭനായ ഭഗവാൻ നിന്റെ നടുവിനെയും പീതാംബരധാരിയായ ആ ഭഗവാൻ നിന്റെ ഉദരത്തെയും രക്ഷിക്കട്ടെ. പത്മനാഭൻ ഹൃദയത്തെയും ഗോവർദ്ധനധാരി ബാഹുക്കളെയും മധുരാധിപതി മുഖത്തെയും ദ്വാരകാധിപതി ശിരസിനെയും രക്ഷിക്കട്ടെ. അസുരന്മാരെ നിഗ്രഹിക്കുന്ന ഭഗവാൻ നിന്റെ പുറംഭാഗത്തെയും സാക്ഷാൽ ഗോവിന്ദൻ എല്ലാ ഭാഗത്തു നിന്നും നിന്നെ രക്ഷിക്കട്ടെ. 3 ശ്ലോകങ്ങളുള്ള സ്തോത്രം എപ്പോഴും ഉരുവിടുന്നവന് പരമസുഖപ്രാപ്തി ഉണ്ടാവുകയും ഒരിക്കലും ഭയത്തെ നേരിടേണ്ടി വരാതിരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നന്ദൻ ആ ബ്രാഹ്മണർക്ക് 1,00,000 പശുക്കളെയും 10,00,000 സ്വർണ്ണമുദ്രയും 1,000 നൂതന രത്നങ്ങളും 1,00,000 ശ്രേഷ്ഠ വസ്ത്രങ്ങളൊക്കെ ദാനം നൽകി. ആ ശ്രേഷ്ഠ ബ്രാഹ്മണർ പോയപ്പോൾ നന്ദഗോപൻ ഗോപന്മാരെ വിളിച്ച് ഭക്ഷണം നൽകുകയും അവർക്ക് വസ്ത്രങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ
ബഹുലാശ മഹാരാജാവ് ചോദിക്കുകയാണ്, തൃണാവർത്തൻ പൂർവ്വജന്മത്തിൽ എന്ത് പുണ്യകർമ്മമാണ് ചെയ്തത്? സാക്ഷാൽ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ അലിഞ്ഞു ചേർന്നത് എങ്ങനെയാണ് എന്ന്. അപ്പോൾ നാരദമുനി പറയുകയാണ്, പാണ്ഡുദേശത്തിൽ സഹസ്രാക്ഷൻ എന്നു പേരുള്ള ഒരു പ്രശസ്ത രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീർത്തി എല്ലായിടത്തും വ്യാപിച്ചിരുന്നു. വിഷ്ണുവിൻ്റെ ഭക്തനുമായിരുന്നു അദ്ദേഹം ധർമ്മിഷ്ഠനും യജ്ഞങ്ങൾ നടത്തിയിരുന്നവനുമായിരുന്ന സഹസ്രാക്ഷൻ ഒരു ദിവസം നർമ്മദാ നദിയുടെ തീരത്ത് പോയി. ചെടികളും ലതകളും ആ നദിയുടെ തീരം ശോഭനമാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ആയിരക്കണക്കിന് സ്ത്രീകളോടൊപ്പം ആനന്ദം അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം വിഹരിച്ചു. ആ സമയത്ത് ദുർവാസ മഹർഷി അവിടെ വന്നെത്തി. രാജാവ് അദ്ദേഹത്തെ ബഹുമാനിക്കാതിരുന്നപ്പോൾ മഹർഷി അദ്ദേഹത്തെ ശപിച്ചു. എന്താ ശപിച്ചത്? ദുർബുദ്ധേ, നീ രാക്ഷസനായി തീരൂ എന്നാണ് ശപിച്ചത്. ഉടനെ രാജാവ് മുനിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ മുനി പ്രസന്നനാവുകയും വരം കൊടുക്കുകയും ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്പർശനമേൽക്കുന്നതോടെ ശാപമോക്ഷം കിട്ടും എന്നായിരുന്നു ആ വരം. അങ്ങനെയാണ് ആ രാജാവ് ദുർവാസമുനിയുടെ ശാപത്താൽ ഭൂമിയിൽ തൃണാവർത്തൻ എന്ന ദൈത്യനായിട്ട് മാറിയത്. ശ്രീകൃഷ്ണ ഭഗവാനെ സ്പർശിച്ചപ്പോൾ തൃണാവർത്തന് മോക്ഷം ലഭിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ നന്ദൻ്റെയും യശോദയുടെയും പൂർവ്വജന്മ ചരിത്രമാണ്. നാമകരണം, രാധാകൃഷ്ണ സംബന്ധമൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ. എല്ലാം ആ രാധാകൃഷ്ണന്മാരുടെ ഇച്ഛ പോലെ പറയാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാ വാക്കുകളും ആ രാധാകൃഷ്ണ പാതാരവിന്ദത്തിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എപ്പോഴും രാധാകൃഷ്ണ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ജയ് ശ്രീ രാധേ 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 ശ്യാം.